നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് UDF തെരഞ്ഞെടുപ്പിന് മുൻപ് വിപുലീകരണം സാധ്യമാക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. പിന്നെ അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റന്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കേണ്ടത്. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനമുണ്ട്. ഒരു കാര്യം എനിക്കിപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യം പ്രകടമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. UDFിൽ വിപുലീകരണം ആവശ്യമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കണം. LDFിലെ അസംതൃപ്തർ മുന്നണിയിലെത്തുമെന്നാണ് കരുതുന്നതെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. UDFിന്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDFിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശന സാധ്യത തള്ളി PJ ജോസഫ്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഗൗരവമായി അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയെന്നും PJ ജോസഫ്. അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് തോന്നുന്നില്ല. KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഈ വിപുലീകരണ സാധ്യത എന്താണെങ്കിലും അത് ഉറപ്പാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഓരോ ചരടുവലികളും ആ നിലയ്ക്ക് തന്നെ പോകും എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ലീഗിന്റെ ഭാഗത്തുനിന്നും വരുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് അതിനുള്ള അമർഷവും അതൃപ്തിയും ഒക്കെ പരസ്യമാക്കുന്നുണ്ട് PJ ജോസഫ്. ഏത് നിലയ്ക്ക് പോകും കാര്യങ്ങൾ? ഇപ്പോഴത്തെ ഒരു ചർച്ചകൾ അന്തർധാരയിൽ എങ്ങനെയാണ് നടക്കുന്നത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഓണായിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വലിയ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗമുണ്ടായിരുന്നു. അതിലേക്ക് എത്തുന്ന സമയത്താണ് സാദിഖ് അലി തങ്ങൾ ഇത്തരത്തിൽ UDF വിപുലീകരിക്കേണ്ടതുണ്ട്, അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പരോക്ഷമായി തന്നെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും മാണി കോൺഗ്രസിനെ അവർ UDFിലേക്ക് തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് ആശയപരമായി തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടി ചേർക്കാനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവുക എന്നാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. LDFിനുള്ളിൽ അതൃപ്തരുണ്ട്, ആ അതൃപ്തിയുള്ള ആളുകളെ UDFിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു മുന്നണി വിപുലീകരണം ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനം UDFിനകത്തുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ആദ്യഘട്ടത്തിൽ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന ഉറപ്പ് VD സതീശൻ തന്നെ പറയുകയാണ്. അതിൽ LDFിലെയും NDAയിലെയും ഘടകകക്ഷികൾ ഉണ്ടാകും എന്ന ഉറപ്പും അദ്ദേഹം പറയുന്നു. അതായത് അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇനിയും വരും ദിവസങ്ങളിലും ആ ചർച്ചകൾ തുടരും. അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞത് PJ ജോസഫ് വിഭാഗമാണ്. അവർ പറയുന്നു മാണി കോൺഗ്രസ് നിലവിൽ അപ്രസക്തമായിട്ടുള്ള സാഹചര്യമാണ്, അപ്പോൾ അവരുടെ മുന്നണി പ്രവേശനത്തെ പാടെ തള്ളുന്ന ഒരു നിലപാടാണ് ജോസഫ് വിഭാഗം സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം തൊട്ട് തന്നെ ഇത്തരത്തിൽ മാണി കോൺഗ്രസ് തങ്ങളെ ചതിച്ച് പോയ ആളുകളാണ് എന്നൊരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അവരുടെ ഒരു അമർഷവും രോക്ഷവും അതിൽ ആ ഒരു മുന്നണി പ്രവേശനത്തിൽ, മാണി കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ അത് PJ ജോസഫ് വിഭാഗം പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NDAയിൽ നിന്നും LDFിൽ നിന്നും കൂടുതൽ ഘടകകക്ഷികളെ UDFിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ എല്ലാ വിധേനയുള്ള ഒരു മുന്നണി വിപുലീകരണമാണ് UDF ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.